നമസ്കാരം. ഈ വീഡിയോയിൽ ഉബുണ്ടു 22.04 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് കാണാം. ഇൻസ്റ്റലേഷൻ തുടങ്ങാം. ആദ്യമായി കൈറ്റ് സൈറ്റിൽ നിന്നും ഉബുണ്ടു ISO ഡൗൺലോഡ് ചെയ്യണം. അതിനുശേഷം ആപ്ലിക്കേഷൻസ് സിസ്റ്റം ടൂൾസ് അഡ്മിനിസ്ട്രേഷൻ എന്ന മെനുവിൽ നിന്നും സ്റ്റാർട്ടപ്പ് ഡിസ്ക് ക്രിയേറ്റർ തുറക്കുക. സോഴ്സ് ഡിസ്ക് ഇമേജ് എന്ന ഭാഗത്ത് ISO ഫയൽ തിരഞ്ഞെടുക്കുക. ഡിവൈസ് എന്ന ഭാഗത്ത് കണക്ട് ചെയ്തുവെച്ച പെൻഡ്രൈവ് കാണാം. മേക്ക് സ്റ്റാർട്ടപ്പ് ഡെസ്കിൽ ക്ലിക്ക് ചെയ്യുക. പെൻഡ്രൈവിൽ നിലവിലുള്ള വിവരങ്ങൾ നഷ്ടപ്പെടുമെന്ന മുന്നറിയിപ്പ് കാണാം. ആവശ്യമുള്ള ഫയലുകളൊന്നുമില്ല എന്നുറപ്പുവരുത്തി യെസിൽ ക്ലിക്ക് ചെയ്യുക. നിലവിലുള്ള ഫയലുകൾ നഷ്ടപ്പെടാതെ മറ്റൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത് എല്ലായ്പ്പോഴും വിജയിക്കണമെന്നില്ല. അതുകൊണ്ട് ആവശ്യമായ ഫയലുകളെല്ലാം കോപ്പി ചെയ്ത് സൂക്ഷിച്ചതിനു ശേഷം മാത്രമേ ഇൻസ്റ്റലേഷൻ തുടങ്ങാവൂ. പെൻഡ്രൈവിൽ നിന്ന് കമ്പ്യൂട്ടർ ബൂട്ടിംഗ് തുടങ്ങണമെങ്കിൽ ഒന്നാമത്തെ ബൂട്ട് ഡിവൈസായി പെൻഡ്രൈവിനെ ക്രമീകരിക്കണം. ബൂട്ട് മെനു ഓപ്ഷൻ വഴി ഇത് ക്രമീകരിക്കുന്നതാണ് നല്ലത്. പല കമ്പ്യൂട്ടറുകളിലും ബൂട്ട് ഓപ്ഷൻ വ്യത്യസ്ത കീകളിലായിരിക്കും ക്രമീകരിച്ചിട്ടുണ്ടാവുക. സാധാരണയായി ലാപ്ടോപ്പുകളിൽ ഉപയോഗത്തിലുള്ള ബൂട്ട് മെനു ഓപ്ഷൻ കീകൾ ചുവടെ കൊടുക്കുന്നു. മുൻപ് തയ്യാറാക്കിയ പെൻഡ്രൈവ് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തതിനു ശേഷം കമ്പ്യൂട്ടർ ഓൺ ചെയ്യുക. ബൂട്ട് മെനു ഓപ്ഷൻ കീ അമർത്തുക. ഇപ്പോൾ ലഭിക്കുന്ന സ്ക്രീനിൽ നിങ്ങളുടെ പെൻഡ്രൈവിന്റെ പേരോ USB ഹാർഡ് ഡിസ്ക്, USB ഡ്രൈവ് എന്ന രീതിയിലോ USB ഡ്രൈവിനെ സൂചിപ്പിക്കുന്ന വരികൾ അവിടെ കാണാം. ഇത് സെലക്ട് ചെയ്ത് എൻ്റർ കീ അമർത്തുക. ഇപ്പോൾ പെൻഡ്രൈവിൽ നിന്നും ബൂട്ടിംഗ് ആരംഭിക്കും. കുറച്ച് സമയത്തിന് ശേഷം ചുവടെ കാണുന്ന സ്ക്രീൻ ലഭിക്കുന്നു. ഇവിടെ കാണുന്ന ട്രൈ കൈറ്റ് OS, ഇൻസ്റ്റാൾ കൈറ്റ് OS എന്നിവയിൽ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്തും മുന്നോട്ട് പോകാം. ഇൻസ്റ്റാൾ കൈറ്റ് OS സെലക്ട് ചെയ്താൽ നേരിട്ട് ഇൻസ്റ്റലേഷൻ പ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കാം. തുടർന്ന് ലഭിക്കുന്ന കീബോർഡ് ലേഔട്ട് തിരഞ്ഞെടുക്കുന്ന ജാലകത്തിൽ മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല. ഇപ്പോൾ സെലക്ടഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് US തന്നെ നിലനിർത്തുക. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇന്റർനെറ്റ് കണക്ട് ചെയ്യുന്നതിനുള്ളതാണ് ഈ ജാലകം. ഇന്റർനെറ്റ് കണക്ട് ചെയ്യേണ്ടതില്ല, അതുകൊണ്ട് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ജാലകത്തിലും മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല, നോർമൽ ഇൻസ്റ്റലേഷൻ തന്നെയാണ് ആവശ്യമായത്. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ലഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജാലകമാണ്. ഏതു രീതിയിലാണ് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്ന് ഇവിടെയാണ് നാം തീരുമാനിക്കുന്നത്. ഹാർഡ് ഡിസ്കിൽ നിലവിലുള്ളതെല്ലാം മായ്ച്ചു കളഞ്ഞ് ഉബുണ്ടു മാത്രമായി ഇൻസ്റ്റാൾ ചെയ്യാൻ എറേസ് ഡിസ്ക് ആൻഡ് ഇൻസ്റ്റാൾ ഉബുണ്ടു എന്ന ഭാഗം സെലക്ട് ചെയ്യണം. ഹാർഡ് ഡിസ്കിൽ നിലവിലുള്ള OS നിലനിർത്തി പുതിയ OS ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഇൻസ്റ്റാൾ അലോങ്സൈഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഹാർഡ് ഡിസ്കിൽ നിലവിലുള്ള OSനും പുതിയ OSനും വേണ്ട സ്ഥലം ഇവിടെ വെച്ച് നമുക്ക് നിശ്ചയിക്കാം. ചിത്രം ശ്രദ്ധിക്കുക. മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്താണ് സൈസ് മാറ്റേണ്ടത്. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ജാലകങ്ങൾ പാർട്ടീഷനുകളിൽ വരുത്തുന്ന മാറ്റം കൺഫേം ചെയ്യുന്നതിനുള്ളതാണ്. ഇവിടെ നമ്മുടെ സമയമേഖല സെറ്റ് ചെയ്യുന്നതിന് ഇന്ത്യ സെലക്ട് ചെയ്യുക. ഇപ്പോൾ താഴെ കൊൽക്കത്ത എന്ന് പ്രത്യക്ഷപ്പെടുന്നു. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വരുന്നത് യൂസർനെയിമും പാസ്വേഡും നൽകുന്നതിനുള്ള ജാലകമാണ്. യുവർനെയിം എന്നത് വലിയ അക്ഷരത്തിലോ ചെറിയ അക്ഷരത്തിലോ ഒറ്റവാക്കായോ ഒന്നിലധികം പദങ്ങളായോ നൽകാം. ഇതാണ് ലോഗിൻ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന പേര്. ചൂസ് എ പാസ്വേഡ്, കൺഫേം യുവർ പാസ്വേഡ് എന്നീ ബോക്സുകളിൽ കമ്പ്യൂട്ടറിന് നൽകാൻ ഉദ്ദേശിക്കുന്ന പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ലോഗിൻ ഓട്ടോമാറ്റിക്കലി എന്നത് സെലക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഡിഫോൾട്ട് യൂസറിലേക്ക് പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുന്നതാണ് നല്ലത്. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതോടെ ഇൻസ്റ്റലേഷന് വേണ്ട എല്ലാ വിവരങ്ങളും നൽകിക്കഴിഞ്ഞു. ഇൻസ്റ്റലേഷൻ തീരുന്നതുവരെ കാത്തിരിക്കുക. ഇൻസ്റ്റലേഷൻ പൂർത്തിയാവുമ്പോൾ അത് സംബന്ധിച്ച ചുവടെ കാണുന്ന ജാലകം ലഭിക്കും. പെൻഡ്രൈവ് ഡിസ്കണക്ട് ചെയ്യുന്നതിനുള്ള മെസ്സേജ് കാണുമ്പോൾ അത് ഡിസ്കണക്ട് ചെയ്ത് എൻ്റർ കീ അമർത്തുക.